ഇതേ 10 ആണവ ശാസ്ത്രജ്ഞരെയാണ് പിന്നെ ഇസ്രായേൽ തീർത്തിരിക്കുന്നത്. ഇറാന്റെ 10 ആണവ ശാസ്ത്രജ്ഞർ പറയുമ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ആണവ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്ത് ഗ്രേഡാന്ന് അറിയും. അപ്പൊ ആ ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥരെ 10 വരെ തട്ടുക, 10 തല പോവുക എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് എല്ലാത്തിനും ഓരോ ആളുണ്ടോ? ഇവർക്ക് എല്ലാത്തിനും ഓരോ വിങ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഇവരുടെ ചാര ഏജൻസി എന്ന് പറയുന്നത് മൊസാദാണ്. ഈ മൊസാദിന്റെ മാത്രമല്ല, ഷിൻബിറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗമുണ്ട്, യൂണിറ്റ് സംതിങ് അങ്ങനെ എന്തോ ഒരു വിഭാഗം കൂടിയുണ്ട്. അങ്ങനെ ഒത്തിരി വിങ് ഉണ്ട് ഇവർക്ക്. ഈ വിങ്ങിലുള്ളവരെയൊക്കെ വേണ്ടവരെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് അതിന് കൂട്ടി ചേർത്ത് മറ്റൊരു വിങ് ഉണ്ടാക്കി അങ്ങനെയാണ് അവര് ഓരോരുത്തരെയും തീർക്കാനായിട്ട് നിയോഗിക്കുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരെ എലിമിനേറ്റ് ചെയ്യുന്നതും. ഇപ്പൊ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ കാര്യം വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അവർ നടപ്പാക്കി. ഇത് നടപ്പാക്കുമ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ഈ പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇത് എത്രയോ നാളുകളെടുത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്ലാനിങ് ഇത്രയും നാളുകളാണ്, അല്ലെങ്കിൽ 1 വർഷം 2 വർഷം. ഇപ്പൊ യുക്രൈൻ ആ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയത് 1.5 വർഷത്തിലധികം എടുത്തിട്ടാണ്. അതെ, അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഇസ്രായേല് അവിടെ ഒരു ആക്രമണം നടത്താൻ ഒരുങ്ങിയതും. ഇവരെ സംബന്ധിച്ച് ഇവർ ടാർഗറ്റഡ് പേഴ്സൺസിനെ ഹിറ്റ് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു ഓപ്പറേഷൻ്റെ ഉള്ളിൽ തന്നെ, ഓപ്പറേഷൻ റൈസിംഗ് ലയണിൻ്റെ ഉള്ളിൽ തന്നെ ആണവ ശാസ്ത്രജ്ഞരെ തീർക്കാനായിട്ട്, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഓപ്പറേഷൻ പ്രോജക്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഓപ്പറേഷൻ നാർണിയ എന്നാണ്. അത് ഈ ആണവ ശാസ്ത്രജ്ഞരെ മാത്രം തട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇസ്രായേലി ഇൻ്റലിജൻസ് കോർപ്സിനെ എന്താ പറയുക തിരഞ്ഞെടുക്കുന്നു. അതിൽ നിന്നുള്ള കുറച്ച് പേരെ തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ടാണ് ഈ ആണവ ശാസ്ത്രജ്ഞരുണ്ടല്ലോ, ഇവരെ ഈ എലിമിനേറ്റ് ചെയ്യേണ്ടവർ, അവരെ 4 ഗ്രൂപ്പായിട്ട് തിരിക്കും. 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആ 4 ഗ്രൂപ്പിലെ ഏറ്റവും സൈനിക വൈദഗ്ധ്യമുള്ളവരും മാറ്റാനൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള അങ്ങനെ കുറച്ച് സങ്കീർണം, ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്നവരെയൊക്കെ ഏറ്റവും ഉയർന്ന തലത്തിൽ അങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ 4 ഇതായിട്ട് ടേമായിട്ട് തിരിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഗ്രേഡ് അനുസരിച്ച് തിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ തയ്യാറാക്കി. അപ്പോ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ഇവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ കൃത്യമായ ഒരു ആസൂത്രണം അതിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലപ്പെട്ടവരെ എല്ലാവരെയും നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഈ ഡയറക്ടറേറ്റ് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്ത് വേണ്ട, അതായത് ഇന്ന വിഭാഗത്തിൽ നിന്ന് ഇത്ര പേര്, ഇന്ന വിഭാഗത്തിൽ നിന്ന് ഇത്ര പേര്, അങ്ങനെയാണ് ഇവർ തിരഞ്ഞെടുത്തത്. ശാസ്ത്രജ്ഞരെ അല്ല ചേട്ടാ, ഇവരുടെ തന്നെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മൊസാദിന്റെ ഒക്കെ ഓരോരോ തലങ്ങളിലുള്ള ഓരോ വിഭാഗങ്ങളിലുള്ളവരെ ഡ്യൂട്ടി ഏൽപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുത്ത് ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് രൂപീകരിച്ച ഈ ഒരു ഈ സംഘമാണ് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം തന്നെ വളരെ നിർണായകമാണ്. ഇവർ എലിമിനേറ്റ് ചെയ്ത വ്യക്തികൾ, ആണവ ശാസ്ത്രജ്ഞർ, അതുമായി ബന്ധപ്പെട്ട തലങ്ങളിലുള്ളവരൊക്കെ തന്നെയും നിർണായകമായ വ്യക്തികളായിരുന്നു. അപ്പോൾ ഇറാന്റെ തന്നെ ആണവ പദ്ധതിയുടെ പിതാവായിട്ട് കണക്കാക്കുന്ന മൊഹ്സെൻ ഫക്രിസാദയുണ്ട്. അത് പുള്ളിയുടെ പിൻഗാമികളാണ് ഇവരെല്ലാവരും. ഈ തട്ടിപ്പോയവരെല്ലാം പുള്ളിയുടെ പിൻഗാമികളാണ്. ഈ ഫക്രിസാദ എന്ന് പറയുന്നത് 2000-ന്റെ തുടക്കത്തിൽ ഒരു അണുബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഇറാൻ പെടാപ്പാട് പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് പ്രോജക്റ്റ് അഹമ്മദ് എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ സൂത്രധാരനായിരുന്നു ഈ ഫക്രിസാദ. ഈ ഫക്രിസാദയെ മൊസാദ് ആയിരിക്കുള്ളൂ 2020 റോബോട്ടിക് സ്നൈപ്പറിനെ കൊണ്ട്
എലിമിനേറ്റ് ചെയ്യിപ്പിച്ചു. ഫക്രുസാദയും മൊസാദ് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ചുരുക്കെഴുത്ത്. എന്തായാലും ഈ തട്ടിപ്പോയ കുറച്ച് പേരുടെ പേര് നമുക്ക് പറയാം. ഫൊറൈദൂൺ അബ്ബാസി, അതൊരു ആണവ എഞ്ചിനീയറിംഗ് വിദഗ്ധനാണ്. മുഹമ്മദ് മഹമ്മദി ടെഹ്റാൻജി, ഭൗതിക ശാസ്ത്ര വിദഗ്ധനാണ്. അക്ബർ മത്ലാലി സാദെ, ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദഗ്ധനാണ്. സയ്യിദ് ബറാജി, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് വിദഗ്ധനാണ്. അമീർ ഹസൻ ഫക്കാഹി, ഭൗതിക ശാസ്ത്ര വിദഗ്ധനാണ്. അബ്ദുൽ ഹമീദ് മിനുഷഹർ, റിയാക്ടർ ഭൗതിക ശാസ്ത്ര വിദഗ്ധനാണ്. മൻസൂരി അസ്ഗരി, അതും ഭൗതിക ശാസ്ത്ര വിദഗ്ധനാണ്. അഹമ്മദ് റസ ദവൽ പാർക്കി ദരിയാനി, ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് വിദഗ്ധനാണ്. മറ്റൊരാള് അലി ഭഗായി കദഹ്റേമി, മെക്കാനിക്കൽ വിദഗ്ധനാണ്. ഒരാളുടെ കൂടി കുറവുണ്ട്, അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അതെ, ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഫക്രുസാദയുടെ പിൻഗാമികൾ കൂടിയായിരുന്നു. അതായത് തലകളെല്ലാവരെയും ചേർത്ത് നിർത്തി ഇവർ തട്ടിക്കളഞ്ഞു. അപ്പൊ ഈ മിലിറ്ററി ഇന്റലിജൻസ് ഉണ്ടല്ലോ, ഈ ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസിൽ നിന്നും വ്യോമസേനയിൽ നിന്നും 120 ഉദ്യോഗസ്ഥരെയാണ് യൂണിറ്റ് 8200 എന്ന് പറയുന്ന വിങ്ങിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ, അതായത് നാർണിയ എന്ന് പറയുന്ന പ്രോജക്റ്റ് നടപ്പാക്കാനായിട്ട് ഇന്റലിജൻസ് ഇസ്രായേൽ നിയോഗിക്കുന്നത്. 120 പേരെ മിലിറ്ററി ഇന്റലിജൻസിൽ നിന്നും വ്യോമസേനയിൽ നിന്നും. അപ്പോൾ ജനുവരിയൊക്കെ ആവുമ്പോഴേക്കും ഇവരുമായിട്ടുള്ള ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പരിഹാരം കാണാതായതോടുകൂടി ഇവരുടെ പ്രവർത്തനം ഇവർ മെല്ലെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവർ അവിടെ ഒരു ബങ്ക് നിർമ്മിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യാന്വേഷണ കേന്ദ്രവും വ്യോമസേന താവളവും ഒക്കെ ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ നിർമ്മിക്കാൻ തുടങ്ങുകയാണ്. ഇറാൻ്റെ ഉള്ളിൽ നിർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ടീമിനും, ഈ 120 പേരിൽ ഓരോ ടീമിനെ ആയിട്ട് തിരിച്ചിട്ട് ഓരോ ടീമിനും ഓരോ ദൗത്യം അങ്ങ് കൊടുത്തു. ഓരോ ദൗത്യം കൊടുത്തു. അതായത് ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുക, കമാൻഡ് സെന്ററുകൾ ഇല്ലാതെയാക്കുക, റഡാർ സിസ്റ്റംസ് ഇല്ലാതെയാക്കുക, അങ്ങനെ ഓരോ വിങ്ങായിട്ട് തിരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു എന്താ പറയുക, ഇസ്രായേൽ ഒരു സന്ദേശം പേർഷ്യൻ ഭാഷയിൽ IDFന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി എന്തൊക്കെയോ ഒരു ഇതായിട്ടുള്ളതാണ്. എന്താണ് ആ മെസ്സേജ് എന്നുള്ളത് എന്തായാലും നമുക്ക് പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇത് കണ്ടതോടുകൂടി ഇറാനിലെ പൗരന്മാര് മൊസാദുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പാനിക്കായി അവിടെയുള്ളവരൊക്കെ. അപ്പൊ അവര് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, ഇതൊരു ഗാസയോ ലെബനനോ ഒന്നും ആക്കരുത്, ഇറാനെ അങ്ങനെ ആക്കരുത് എന്നാണ് അറിയിക്കുകയും ചെയ്തു. ഇവരുടെ എക്സ് അക്കൗണ്ടിലാണ്, IDF ആണ്, IDFന്റെ എക്സ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആ മെസ്സേജ് കണ്ടിട്ട് ഇറാനിയൻ പൗരന്മാര് അതിന്റെ അടിയിൽ ഒരുപക്ഷെ കമന്റ് ചെയ്തിട്ടുണ്ടാവാം. അവരുടെ ഒരു മനസ്സെന്താണെന്ന് വായിക്കാനായിട്ട് അതെ, ആ മനസ്സെന്താണെന്ന് വായിക്കാൻ അതുവഴി പറ്റുമല്ലോ, അങ്ങനെ ആയിരിക്കാം. എന്തായാലും ആദ്യത്തെ ഒരു സെറ്റ് ആളുകളെ ഇവർ തട്ടുന്നുണ്ട്. ഈ തട്ടുമ്പോൾ ഇവരൊക്കെയും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, ഈ ഒരു വിങ്ങിന് മനസ്സിലായി ആദ്യത്തെ ഒരു സെറ്റ് തട്ടി, അത് ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയാണ്. അപ്പോൾ കാറ് ഡേഞ്ചറസ് ആണ് എന്നുള്ളത് അവിടെയുള്ള ആണവ ശാസ്ത്രജ്ഞരോ അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ മനസ്സിലായതുകൊണ്ട് തന്നെ ലാസ്റ്റുള്ള ഈ 10 പേരെ തട്ടിയിരിക്കുന്നത് 10 പേരും വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ച ജോലിസ്ഥലം പ്രശ്നമായിരിക്കും, പോകുന്ന വഴി പ്രശ്നമായിരിക്കും, അതുകൊണ്ട് വീട് സേഫാണ്, വീട്ടിലാകാം എന്നുള്ളതായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് ഇവരെല്ലാവരെയും തീർത്തിരിക്കുന്നത്. അതാണ് ഓപ്പറേഷൻ നാർണിയ. ഏതായാലും ആ 10 പേരെയും വളരെ ഭയങ്കരമായ ഓപ്പറേഷൻ ആയിപ്പോയി. അതെ.